ഗുഡ് മോർണിംഗ് വാർത്ത. ഗുഡ് മോർണിംഗ്. നടൻ വിനായകൻ വീണ്ടും ഉടുതുണി ഉരിഞ്ഞിരിക്കുകയാണ്. ഉടുതുണി ഉരിഞ്ഞ് ബാൽക്കണിയിൽ നഗ്നതാ പ്രദർശനമൊക്കെ നടത്തി വിനായകൻ ഇങ്ങനെ ആറാടുകയാണ്. ആഭാസം കാണിക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലേ എന്ന് ചോദിച്ചാൽ വിനായകൻ ആ പരിധിയൊന്നും വലിയ പ്രശ്നമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സത്യത്തിൽ അയൽക്കാരൊക്കെ വിനായകനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. വിനായകനെ സംരക്ഷിച്ചവർക്ക് ഇപ്പോൾ എന്താ പറയാനുള്ളത്? അല്ല, വിനായകനെ സംരക്ഷിച്ചവർക്ക് എന്ത് പറയാനുണ്ട് എന്നതിലുപരിയായിട്ട് വിനായകൻ എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ചർച്ചകൾക്ക് മുമ്പിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ചർച്ചകൾക്ക് വിധേയനാകുന്നത് എന്ന് നമ്മൾ ഒന്ന് ആഴത്തിൽ പരിശോധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാലിക പ്രസക്തമായ ചില വാദങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ തന്നെ, അതായത് എനിക്ക് തോന്നുന്നു ഈ എന്താണ് ആഗോളവൽക്കരണം ഉദാരവൽക്കരണവും ഒക്കെ പറയുമല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ അതെ, ആഗോളവൽക്കരണം ഉദാരവൽക്കരണത്തിൻ്റെയൊക്കെ ഭാഷകൾ കടമെടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരാളുടെ ശരീരത്തിലേക്ക്, അവൻ്റെ മനസ്സിലേക്ക്, അവൻ്റെ വ്യക്തിപരമായ കാര്യത്തിലേക്കൊക്കെ കടന്നു കയറിക്കൊണ്ടുള്ള ആക്രമണമാണ് നിങ്ങൾ നടത്തുന്നത്. വിനായകൻ കറുത്തുപോയത് കൊണ്ടാണോ നിങ്ങളിങ്ങനെ ചോദ്യം ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ജാതി ഇതായത് കൊണ്ടാണോ നിങ്ങളിങ്ങനെ ചോദ്യം ചെയ്യുന്നത്? അദ്ദേഹം ഇവിടെ പല ആളുകളും പറയുന്ന താഴ്ന്ന ജാതി എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ഒരു ജാതിയിൽ പിറന്നതുകൊണ്ട് ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആക്രമിക്കുന്നതിൽ എന്താണ് നിങ്ങൾക്കൊക്കെ ഒരു സുഖം കിട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ ഒരു മാധ്യമ പ്രവർത്തകരാണോ? ഞാൻ യഥാർത്ഥത്തിൽ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്. കാരണം എന്തുകൊണ്ടാണ് വിനായകനെതിരെ മാത്രം ഇത് പറയുന്നത്? വിനായകൻ തുരിയുണിഞ്ഞു കാണിച്ചു എന്ന് പറയുന്നത് ചിലപ്പോൾ AI ക്രിയേറ്റ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങൾ ചെയ്തതായിരിക്കാം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജാതിയും അദ്ദേഹത്തിൻ്റെ നിറവുമാണ് ഇവിടെ പ്രശ്നം, അല്ലേ? തുണി ഉരിഞ്ഞതല്ല. അതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി പാർത്തൻ കേറി എങ്ങോട്ടാണ് പോയതെന്നുള്ളത്. യഥാർത്ഥത്തിൽ വിനായകനെതിരെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. എറണാകുളത്തെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിനെതിരായിക്കൊണ്ട് ഇത്തരത്തിൽ അശ്ലീല പരാമർശം നടത്തുകയും അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു. അന്നും അദ്ദേഹത്തിനെ ന്യായീകരിച്ചുകൊണ്ട് കുറേയധികം ആളുകൾ വന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജാതിയാണ് പ്രശ്നം, അദ്ദേഹം കറുത്തവനായത് കൊണ്ടാണ്, അദ്ദേഹം ദളിതനായത് കൊണ്ടാണ് എന്നായിരുന്നു പറഞ്ഞത്. മാത്രമല്ല പോലീസിനോടും സൈനികനോടും വളരെ മോശമായി സംസാരിച്ചതിന് അദ്ദേഹത്തിനെതിരെ കേസുണ്ട്. ഹൈദരാബാദ് രാജീവ് ഗാന്ധി വിമാനത്താവളത്തിൽ നടൻ മദ്യപിച്ച് യാത്രക്കാർക്ക് ശല്യമായത് തുടർന്ന് CISF തടഞ്ഞു വെക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. അതും കേസായിരുന്നു. അന്ന് വലിയ വാർത്തകളിലൊക്കെ നിറഞ്ഞതാണ്, എന്തൊക്കെയോ പിച്ചും പേയും ഒക്കെ പറയുന്നത്. പക്ഷെ വിനായകനെ സംബന്ധിച്ചിടത്തോളം നല്ല കഴിവുള്ള ഒരുപാട് മേഖലകളിൽ, അല്ലെങ്കിൽ സിനിമയുടെ തന്നെ പല മേഖലകളിലും എത്തേണ്ട നല്ല കരിയറുള്ള, നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനും അത് പ്രതിഫലിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ഒരു താരമാണ് വിനായകൻ എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് വിനായകന് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല. പലരും പറയും ലഹരിയുടെ ഉപയോഗമാണോ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്നൊക്കെ. അദ്ദേഹം നിലപാടുകൾ കൃത്യമായി പറയാൻ ഒരു മടിയും, ആരെയും ഭയമില്ലാതെ, കൂസലില്ലാതെ, തൻ്റെ ഇടത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ പര്യായമാരെന്ന് ചോദിച്ചാൽ അത് വിനായകൻ എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ഭയവുമില്ല വിനായകന്. ഇപ്പോൾ ജനകീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണ ദിവസം ഇട്ട പോസ്റ്റ് വലിയ രീതിയിൽ അത് ചർച്ചയായി, വിമർശനമായി. വിനായകന്റെ വീടിന് നേരെ കല്ലെറിയലുണ്ടായ എന്തെല്ലാം പ്രശ്നങ്ങൾ അതിലൂടെ ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല രാത്രി 12 മണിക്ക് ഒരു ചെറിയ നിക്കർ ഉടുപ്പ് ഇട്ട് ഏതെങ്കിലും സ്ത്രീക്ക് ഇവിടുത്തെ എറണാകുളത്തെ ഒരു പാലത്തിന് മുന്നിലൂടെ നടക്കാൻ സാധിക്കുമോ? സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്ന നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് പോയി സഞ്ചരിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞ വിനായകൻ. അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ നിലപാടുകളൊക്കെ ഉണ്ട്. എവിടെയൊക്കെയോ പറയേണ്ടത് അദ്ദേഹത്തിന് എന്താണോ തോന്നുന്നത് അത് അദ്ദേഹം കൃത്യമായി വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ ഒരു മനുഷ്യനെന്ന് ചിന്തിച്ചാൽ മതി. ഒരു മനുഷ്യൻ തൊട്ട് അയൽവക്കത്ത് താമസിക്കുന്നവർക്ക് ഇത്രയും പ്രശ്നമുണ്ടാക്കുന്ന ഒരു അയൽക്കാരൻ, അയൽവാസികൾ തന്നെയാണ് പലപ്പോഴും പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഇദ്ദേഹത്തിന്റെ ശല്യം കാരണം ഇദ്ദേഹത്തെ ഒരു പൊതുശല്യമായി പ്രഖ്യാപിക്കണമെന്നൊക്കെ ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ കുറേയധികം കമന്റുകൾ കണ്ടു. അതെ, അത്തരത്തിലേക്ക് വിനായകൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ലഹരി ആയിരിക്കുമോ ഇദ്ദേഹത്തെ ഈ ഒരു തരത്തിലേക്കൊക്കെ എത്തിക്കുന്നത്? അല്ലെങ്കിൽ തുണിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ നഗ്നതാ പ്രദർശനം നടത്തി പിച്ചും പേയൊക്കെ വിളിച്ചു പറയേണ്ട തരത്തിലേക്കൊക്കെ പോകുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്.
ഈ സ്ത്രീകൾക്ക് പിന്നെ എന്താണ് നിക്കർ ഇട്ടുകൊണ്ട് വേദിയിലൂടെ അല്ലെങ്കിൽ പൊതുനിരത്തിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എന്താണ് ഒരു അവർക്ക് കംഫർട്ടായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങി നടക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന വിനായകൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ നഗ്നതാ പ്രദർശനം നടത്തുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം. ആരോടാണ് ഈ നഗ്നതാ പ്രദർശനം നടത്തിയത് എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഗോവയിൽ വെച്ചിട്ടായിരുന്നു സംഭവം എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇനി അതല്ല അദ്ദേഹത്തിൻ്റെ എറണാകുളത്തെ ഫ്ലാറ്റിൽ വെച്ചാണോ എന്നുള്ളത് അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. രണ്ട് തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു സംഗതി നടന്നു, സംഭവം നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ ഒരു സ്ത്രീയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു സ്ത്രീയോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നമുക്ക് വിശദമായി ഇദ്ദേഹം ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൊക്കെ അത് പ്രകടിപ്പിക്കാറില്ല. ഞാൻ പറയുന്നത് ഒരു ലൈംഗിക അതിക്രമം നടത്തിയെന്നൊന്നുമല്ല. പക്ഷേ കുറച്ചധികം എന്താണ് ഇത്തരത്തിലുള്ള നഗ്നതാ പ്രദർശനം അല്ലെങ്കിൽ തെറിവാക്കുകൾ ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് നേരെ തട്ടിക്കയറുക, ഇതൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും അദ്ദേഹം മദ്യപിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹം വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നതോ എനിക്കറിയില്ല, നമ്മളത് അറിയാതെ പറയുന്നത് ശരിയുമല്ല. അത് മദ്യപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയും. കാരണം അങ്ങനെയുള്ള പല ടെസ്റ്റ് റിപ്പോർട്ടുകളും പോലീസ് തന്നെ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഉടുതുണി ഉരിയൽ മാത്രമല്ല പാർത്ത, ഇത് പൂരത്തെറിയുമുണ്ട്. അദ്ദേഹം പലപ്പോഴും ഇപ്പൊ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ചെന്നപ്പോഴും ഇതുപോലെ മദ്യപിച്ച് ലക്കേട്ട് പൂരത്തെറിയായിരുന്നു. അവിടെ പോലീസുകാരെയൊക്കെ CISFനെയൊക്കെ തെറി വിളിച്ചുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം അവിടെ പൂരത്തെറി നടത്തിയത്. ഇദ്ദേഹം എപ്പോഴും പിടിക്കപ്പെടുമ്പോൾ ഇറക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്ന ജാതിക്കാരാണ്. അദ്ദേഹത്തെക്കാൾ കൂടുതൽ കുറേയധികം ആളുകളുണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ, പറയാൻ വേണ്ടിയിട്ട്. അടിയിൽ വന്നിട്ട് നിങ്ങൾ മോഹൻലാലിനെതിരെയും മമ്മൂട്ടിക്കെതിരെയും ഇത്തരം കാര്യങ്ങൾ പറയുമോ? മമ്മൂട്ടി തുണിയഴിച്ചിട്ട് നഗ്നതാ പ്രദർശനം നടത്താറുണ്ടോ? കാരണം മോഹൻലാലും മമ്മൂട്ടിയും എന്തും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയില്ലേ? ഏറ്റവും കൂടുതൽ ഇവിടെ ആക്രമിക്കപ്പെട്ട സൂപ്പർ താരങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ മോഹൻലാലാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹം എന്ത് ചെയ്താലും, അദ്ദേഹം എന്തൊരു പോസ്റ്റ് ഇട്ടാലും, ഇപ്പം ഒരു ഹിന്ദു ദൈവത്തിന്റെ ഒരു പേരിൽ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടു എന്ന് കരുതുക, അതിന്റെ അടിയിൽ വന്ന് മൊത്തം താൻ സംഘിയല്ലടോ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു അങ്ങേയറ്റമുള്ള ആളുകളെ വരെ വിളിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഒരു കുറി തൊട്ട് കഴിഞ്ഞാൽ ഇപ്പം മലയാളത്തിലെ പല നടന്മാർക്കെതിരെ, എന്തിന് ഉണ്ണി മുകുന്ദനെതിരെ ഏതെല്ലാം രീതിയിൽ ഈ പറയുന്നത് പോലെ ആഞ്ജനേയ ഭക്തനായതുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് ഏതെല്ലാം രീതിയിൽ അദ്ദേഹം ആക്ഷേപിക്കപ്പെട്ടു. മോഹൻലാലിനെ പറ്റി പറയുന്നത് സവർണന്മാരുടെ നേതാവ് എന്നാണ്. മോഹൻലാൽ ഇത് കണ്ടിട്ട് ചിരിച്ചു തള്ളും, അത് വേറെ കാര്യം. പക്ഷേ ഈ തരത്തിൽ ആര് തെറ്റ് ചെയ്താലും അവരൊക്കെ എന്താണ് വിമർശിക്കപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ. പക്ഷേ വിനായകനെ വിമർശിക്കരുത് എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ആരെങ്കിലും വിനായകൻ്റെ ജാതി പറഞ്ഞ് വിമർശിക്കാറുണ്ടോ? വിനായകൻ്റെ ഏതെങ്കിലും തരത്തിൽ വിനായകൻ അങ്ങനെയല്ലേ എന്ന് പറയാറുണ്ടോ? ഇല്ല. പക്ഷേ അത് പറയുന്നത് ഇവരതിനൊരു മറ കൊണ്ടുവരും. പെട്ടെന്നൊരു മറയാണ് ഈ ജാതി എന്ന് പറയുന്നത്. വിനായകൻ കറുത്തവനായതുകൊണ്ട്, ദളിതനായതുകൊണ്ട്, പിന്നെ എന്താണ് ജാതിയിൽ താഴ്ന്നവനായതുകൊണ്ട് ഇതൊക്കെ പറയുന്നു. പക്ഷേ ഇദ്ദേഹം കാണിക്കുന്നതോ എല്ലാ ആൾക്കാരോടും തോന്നിവാസം പറയുക, കാണിച്ചിട്ട് ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരും ഒക്കെ എടുത്തിട്ട് ജനങ്ങളുടെ മുന്നിൽ സഹതാപം പിടിച്ചു പറ്റിക്കൊണ്ട് എന്ത് നേടിയെടുക്കാനാണ്? ഇപ്പോ ഈ ജാതി കുറഞ്ഞവരും അല്ലെങ്കിൽ കുറഞ്ഞവർ കൂടിയവരെന്നൊന്നും ഇല്ല. ജാതി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ആരും ഉപയോഗിക്കുന്നില്ല. പണ്ടും ഉപയോഗിച്ചിട്ടില്ല, ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഉപയോഗിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും, അതൊരു സൈഡ് നിൽക്കട്ടെ. പക്ഷെ ജാതിയിൽ കുറഞ്ഞവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സംസ്കാരം അതെങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കുന്നു അതുപോലെ ഇരിക്കും നമ്മളോട് തിരിച്ച് ഓരോരുത്തർ കാണിക്കുന്ന രീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിനായകനെ സംബന്ധിച്ചിടത്തോളം വിനായകന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല സംവിധായകർ വന്നാൽ തീർച്ചയായിട്ടും വിനായകനെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സംവിധായകർ കടന്നു വന്നാൽ വിനായകന്റെ പ്രതിഭ എന്ന് പറയുന്നത്, കഴിവെന്ന് പറയുന്നത് നമ്മളൊക്കെ ഊഹിക്കുന്നതിനും അപ്പുറമാണ്. അദ്ദേഹം അത്രമേൽ അഭിനയം കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരു നടനാണ്. പക്ഷേ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ എന്തും കാണിക്കും, എന്തും ചെയ്യും, എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്യാൻ ആരുണ്ട്, അല്ലെങ്കിൽ എന്നെ പിടിക്കാൻ ആരുണ്ട്, എന്നെ ആരും ഒരു ചുക്കും ചെയ്യില്ല എന്നൊക്കെയുള്ള ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു വിനായകന് തന്നെ ഒരു ധാർഷ്ട്യമാണെന്ന് എനിക്ക് തോന്നുന്നു. വിനായകനെ ഇത്തരത്തിലൊക്കെ കാണിക്കാൻ, ഇപ്പോൾ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് ബോച്ചയെ വരെ പിടിച്ചകത്തിട്ട നാടാണ് നമ്മുടേത്. അപ്പോൾ ഒരു മനുഷ്യൻ തുണി അഴിച്ചിട്ട് ഇങ്ങനെ കിടന്ന് പൂരത്തെറിയും വിളിച്ച് ഇത്ര തെണ്ടിത്തരം കാണിച്ചിട്ടും കേസെടുക്കുക എന്നുള്ളതിനപ്പുറം അത് എന്തുകൊണ്ടാണ് അത് വലിയ വിനായകനെ പോലുള്ളവരൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. ഒരു സന്ദേശവും നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഈ ജാതിയുടെ പേരിലാണ് അദ്ദേഹം പറഞ്ഞു നിൽക്കുന്നത്. ഇതിന് കുറേ അധികം സൈബർ സഖാക്കളുടെ സൈബർ വെട്ടിക്കിളികൾ, അതെ വെട്ടിക്കിളികൾ, അവരുടെ കുറെ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മദ്യപിച്ച് വാ തുറന്നാൽ നാറിയ വർത്താനം മാത്രമേ ഇദ്ദേഹം പറയാറുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ ഇനി ഇദ്ദേഹത്തെ എത്ര ആളുകൾ ന്യായീകരിച്ച് വരുമെന്നൊക്കെ നമുക്ക് കാണേണ്ടത് തന്നെയാണ്. കുറഞ്ഞു വരും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്തായാലും
നടപടി പോലീസിന് പരാതി കിട്ടിയാൽ നടപടി എടുക്കട്ടെ, എടുക്കട്ടെ. ഇല്ലെങ്കിൽ ആളുകൾ വിലയിരുത്തട്ടെ. അല്ലെ വീണ്ടും അദ്ദേഹം തുണി ഊരട്ടെ.